ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from Indian Institute of Commerce, ലക്ഷ്യ. അപ്പൊ എങ്ങനെ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. മൈസെൽഫ് പ്രജിൻ. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് സാർ ഒന്ന് തുടങ്ങിയിട്ടുണ്ടാകും. ഒന്നുകൂടി വൈഡായിട്ട് നമുക്ക് അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മക്കൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണും ഒരു essay ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം എന്നല്ല, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു essay ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ. എന്താ ചാപ്റ്ററിന്റെ പേര്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന രണ്ടാമത്തെ ചാപ്റ്റർ. ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ എന്നാണ് ഈ ചാപ്റ്ററിന്റെ മലയാളം. എന്താണ് മലയാളം? ബിസിനസ് സംഘടനകളുടെ വിവിധ രൂപങ്ങൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും 5 രൂപത്തിലുള്ള 5 രൂപത്തിലുള്ള ബിസിനസ് രൂപങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും 5 തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നല്ല സമയം കണ്ടെത്തിയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. 14 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചാപ്റ്ററാണ്. എപ്പോഴും essay വരുന്ന ഒരു ചാപ്റ്ററാണ്. ഏത്? നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് രണ്ടാമത്തെ ചാപ്റ്റർ. ഏതാ ചാപ്റ്ററിന്റെ പേര്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 5 രൂപത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പഠിക്കാനുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് HUF അഥവാ ഇതിന്റെ മറ്റൊരു പേര് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്നാണ്. എന്താണ്? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അഥവാ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്നാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ബിസിനസ് രൂപമാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത സ്ഥാപനം. നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. നെക്സ്റ്റ് 5ാമത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇങ്ങനെ 5 ബിസിനസ് രൂപങ്ങളെ പറ്റി വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഏതൊക്കെ 5 ബിസിനസ് രൂപങ്ങൾ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, രണ്ടാമത്തത് HUF അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, മൂന്നാമത്തത് പാർട്ട്ണർഷിപ്പ്, നാലാമത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റി, അഞ്ചാമത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. മലയാളം ഏകാംഗ വ്യാപാരം. രണ്ടാമത്തത് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്, മൂന്നാമത്തത് പാർട്ട്ണർഷിപ്പ്, നാലാമത്തത് പറയൂ സഹകരണ സംഘങ്ങൾ, അഞ്ചാമത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇങ്ങനെ 5 രൂപത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, അതിന്റെ മീനിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആ ഭാഗത്ത് വരുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മെറിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഡിമെറിറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് അല്ലെ, അത് കഴിഞ്ഞ ഫീച്ചേഴ്സ്, അത് കഴിഞ്ഞാൽ മെറിറ്റ്, നെക്സ്റ്റ് ഡിമെറിറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത സ്ഥാപനം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 മാർച്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എസ് ആയിട്ട് വന്നിട്ടുള്ളത് പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റും
ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട്ണർഷിപ്പിന്റെ മീനിങ് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ ഡീമെറിറ്റ് പഠിക്കാനുണ്ട്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കാനുണ്ട്, പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് പഠിക്കാനുണ്ട്, പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് എന്താന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ അടുത്തത് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. സഹകരണ സംഘങ്ങൾ എന്ന ഈ ഹെഡിൽ നമുക്ക് പഠിക്കാനുള്ളത് സഹകരണ സംഘത്തിന്റെ മീനിങ് പഠിക്കാനുണ്ട്, സഹകരണ സംഘത്തിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, സഹകരണ സംഘത്തിന്റെ മെറിറ്റ് പഠിക്കാനുണ്ട്, സഹകരണ സംഘത്തിന്റെ ഡീമെറിറ്റ് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ, പിന്നെ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കാനുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മീനിങ് പഠിക്കാനുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ശ്രദ്ധിക്കടാ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ് പഠിക്കാനുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഡീമെറിറ്റ് പഠിക്കാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്, കണ്ടന്റുകൾ. ഇതാണ് നമുക്ക് ഇതിൽ പ്രധാനമായും പഠിക്കാനുള്ള കണ്ടന്റുകൾ. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ നോക്കണം, രണ്ടാമത്തെ ചാപ്റ്റർ, പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഒന്ന് ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. ഇതിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിന്ന് ആൾറെഡി നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം, പരീക്ഷയ്ക്ക് വരുന്ന എസ്സേ ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും 3 ടോപ്പിക്കിൽ നിന്നാണ് ഇതിൽ എപ്പോഴും പരീക്ഷയ്ക്ക് എസ്സേ ചോദിക്കാറുള്ളത്. ഏതൊക്കെയാണ് മക്കളെ 3 ടോപ്പിക് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഭാഗമായിട്ട് പരീക്ഷയ്ക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരാറുള്ളത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ മെറിറ്റ്, ഡീമെറിറ്റ്. രണ്ടാമതായിട്ട് വരാറുള്ളത് പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ്, ഡീമെറിറ്റ്. നെക്സ്റ്റ് ടോപ്പിക് എസ്സേ ആയിട്ട് വരാറുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്, ഡീമെറിറ്റ്. ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന്. വാട്ട് ആർ ദി കണ്ടന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നതും ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കളെ എല്ലാ കാര്യങ്ങളും കൂടി പറഞ്ഞിട്ട് മക്കളെ പേടിപ്പിച്ചിട്ടില്ല, എല്ലാം നമുക്ക് വൈഡായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ പ്രധാനമായിട്ടും 5 രൂപത്തിലുള്ള 5 തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 5 രൂപത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അല്ലേ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, മലയാളം ഏകാംഗ വ്യാപാരം. രണ്ടാമത്തെ ബിസിനസ് രൂപമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, അഥവാ HUF എന്ന് പറയും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്? ഓക്കെ, മൂന്നാമത്തെ രൂപമാണ് പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്ത സ്ഥാപനം. നെക്സ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ. ഓക്കെ, പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനം, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇങ്ങനെ 5 ബിസിനസ് രൂപങ്ങളെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ വൈഡായിട്ട് ഡിസ്കസ് ചെയ്യുക. മക്കൾ നന്നായി ശ്രദ്ധിക്കേണ്ട ചാപ്റ്ററാണ്, എസ്സേ ചാപ്റ്ററാണ്. 12 മാർക്കിനോ 14 മാർക്കിനോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭാവിയിൽ അല്ലേ ഒരു ബിസിനസ്സൊക്കെ നടത്തണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ഭാവിയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ? ഒരു ബിസിനസ്മാൻ, ഒരു MA യൂസഫ് അലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മുകേഷ് അംബാനി ആയിട്ടോ ഒക്കെ നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരാൾ, ഇപ്പോൾ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ വല്യുപ്പ അല്ലെങ്കിൽ അച്ഛനൊക്കെ കുറച്ച് എമൗണ്ട് നമ്മളെ കയ്യിൽ തന്നിട്ട് അവർ ബിസിനസ്സൊക്കെ, അവർ പഴയ കാലത്ത് ബിസിനസ്സൊക്കെ നടത്തിയിട്ട് ഒരു നിശ്ചിത എമൗണ്ടൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ട് അവർ നമ്മോട് പറയണം, മകനെ എൻ്റെ അവസാന സമ്പാദ്യമാണിത്, ഇതാ ഒരു 50 ലക്ഷം രൂപ, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ആ പൈസ വാങ്ങിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ആലോചിക്കുക, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ബിസിനസ് നടത്തേണ്ടത്, അപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, അല്ലേ? ഇങ്ങനെ അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും വേസ്റ്റ് അല്ല. മീൻസ് നമുക്കിത് ഭാവിയിലും കൂടി ആവശ്യമുള്ളൊരു ചാപ്റ്ററാണ് ഏത്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ഈ ചാപ്റ്റർ. അപ്പോൾ നന്നായി പഠിക്കേണ്ട ചാപ്റ്ററാണ്.
സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ നിഷാം സാറ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള HUF അഥവാ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് സാറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു, പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഭാവിയിലേക്ക് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കേണ്ട ചാപ്റ്ററാണ്. essay ചാപ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞു. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇതൊന്ന് വരില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ വേർഡ് ആയിട്ട് HUF എന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് നമ്മൾ പറഞ്ഞു. 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ 3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു essay നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് ആ 3 ടോപ്പിക്ക്? ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് 2024, 2023, 2022 ഒക്കെ വെച്ച് നോക്കുമ്പോൾ essay ആയിട്ട് വരുന്നത് പ്രധാനപ്പെട്ട 3 ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണ്, രണ്ടാമത്തേത് പാർട്ട്ണർഷിപ്പാണ്, മൂന്നാമത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഈ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് essay ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നിഷാം സാറ് ജസ്റ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണെന്ന് സാറ് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് മക്കളെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് സാറ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് തുടങ്ങിയിട്ടുണ്ട്. എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാംഗ വ്യാപാരം നമ്മൾ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ്. എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ബിസിനസ് കൺസേൺ owned and managed by a single person is known as sole proprietorship. എന്താണ്? A business concern owned and managed by a single person. അതായത് ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് എന്താടാ പഠിച്ചല്ല നമ്മൾ എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ single person is known as sole proprietorship അല്ലെ? sole proprietorship. അപ്പോൾ ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ബിസിനസ് സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളതിൻ്റെ മെറിറ്റ് അല്ലേ? ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് നടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർ അഥവാ ഏകാംഗ വ്യാപാരി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഏതാ രണ്ടാമത്തെ? ഇതിൻ്റെ മെറിറ്റൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് സാറ് ഡിസ്കസ് ചെയ്ത്, അഡ്വാൻറ്റേജസ് സാറ് ഡിസ്കസ് ചെയ്ത്, പിന്നെ ആ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡിമെറിറ്റ്സ് അഥവാ ഡിസഡ്വാൻറ്റേജസ് സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഏതാണ് മോനെ മക്കളെ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അഥവാ അതിൻ്റെ മറ്റൊരു പേരാണ് HUF. എന്താണ് HUF? HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്നാണ്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്നാണ് അതിൻ്റെ മലയാളം. അതായത് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ essay ആയിട്ടൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. വൺ വേർഡ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എങ്ങനെ ഡയറക്റ്റ് ആയിട്ട്? what are the merit of joint Hindu family business അല്ലെങ്കിൽ what are the demerits of joint Hindu family business. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന അഥവാ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിഷാം സാറ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വൈഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ടോപ്പിക്കിന്റെ പേര് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ശ്രദ്ധിക്കും. എന്താണ് കേട്ടിട്ടുണ്ടോ മക്കൾ? കേട്ടിട്ടുണ്ടോ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്താണെന്ന്? essay ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. 1 വേർഡും 2 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. 5
തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൽ മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയും, നാലാമത്തെ ടോപ്പിക്കായിട്ടുള്ള പാർട്ട്ണർഷിപ്പും, നെക്സ്റ്റ് അഞ്ചാമത്തെ ടോപ്പിക്കായിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ നമ്മൾ നിഷാം സാറാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഇന്ന് ജസ്റ്റ് HUF എന്ന ടോപ്പിക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് HUF എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് HUF ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് അഥവാ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ശ്രദ്ധിക്കും, ഇന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ഒരു ബിസിനസ് രൂപമാണ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. അതായത് ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു ബിസിനസ് രൂപം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ബിസിനസ് രൂപം ഇല്ല, ഇപ്പോൾ ഇല്ലത്. ഇത് എവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിൽ, അതായത് ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിൻ്റെ നിയമങ്ങളാണ് ഇവിടെ ബാധകമായിരുന്നത്. അതായത് നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലൊരു നിയമമാണ് എന്ത്? മിതാക്ഷര നിയമം. ഈ മിതാക്ഷര നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. അതായത് ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിൻ്റെ നിയമങ്ങളാണ് ഇത്തരം കൂട്ടുകുടുംബ ബിസിനസ്സിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ നിയമങ്ങൾ, കമ്പനീസ് ആക്ട് ഒന്നുമില്ല ഇവിടെ കമ്പനീസ് ആക്ടിനെ അനുസരിച്ചിട്ടൊന്നുമല്ല ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഒരു നിയമം, ഹിന്ദു കൂട്ടുകുടുംബങ്ങൾക്കിടയിലുള്ള ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിൻ്റെ നിയമങ്ങളാണ് ഇവയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള ടോപ്പിക്ക് 2 മാർക്കിന് അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1 വേർഡിന് ഒരു ഒറ്റ മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ ഒരു പുരുഷനായിരിക്കും, തല നരച്ച പ്രായമേറിയ പുരുഷനായിരിക്കും. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കർത്ത. എന്താ വിളിക്കുക? കർത്ത. അപ്പോൾ ആരാ കർത്ത എന്ന് ചോദിച്ചാൽ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ അംഗമായിരിക്കും. ഈ അംഗത്തെ വിളിക്കുന്ന പേരാണ് കർത്ത. ഈ അംഗത്തെ വിളിക്കുന്ന പേരാണ് കർത്ത. ഓക്കെ, കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശികളെ, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് അല്ല, അപ്പൊ സ്വത്തുണ്ടല്ലോ, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൽ അതായത് കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശികളെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. അതായത് കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശമുള്ളവരെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ അവകാശികളെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 വേർഡ് ഒറ്റ മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. എന്താണ്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മാനേജ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരെന്ത്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരെന്ത്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മുന്നോട്ട് നയിക്കുന്ന ആളെ വിളിക്കുന്ന പേരെന്ത്? കർത്ത. അത് കർത്ത ആരാണ്? ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ അംഗമായിരിക്കും, പുരുഷൻ. ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ അല്ലെ, തല നരച്ച പുരുഷനെ വിളിക്കുന്ന പേരാണ് കർത്ത അല്ലെ. കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശികളെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. അപ്പോൾ കർത്തയുടെ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ പഠിച്ച പോലെ കർത്തയുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്തയുടെ ബാധ്യത ലയബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ്, അപരിമിതമായിരിക്കും. എന്നാൽ കോപാർസനേഴ്സിന്റെ ബാധ്യത എങ്ങനെയാണ്? ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഈ കർത്തെടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ കോപാർസനേഴ്സിന് യാതൊരുവിധ അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ല. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്നതുകൊണ്ട് മക്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടീച്ചർ ചോദിച്ചാൽ ടീച്ചറോട് നമ്മൾ എങ്ങനെ പറയാം? ടീച്ചറോട് പറയാം, ഒന്നാമത്തത്, ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പ്രത്യേക തരം ബിസിനസ് രൂപമാണ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. ഈ കൂട്ടുകുടുംബ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നത് ആ കുടുംബത്തിലെ തലനരച്ച പ്രായമേറിയ പുരുഷനായിരിക്കും. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കർത്ത. ഓക്കെ, കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശികളെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. ഓക്കെ, കർത്ത എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ കോപാർസനേഴ്സിന് അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല. കർത്തയുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്, കോപാർസനേഴ്സിന്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇംഗ്ലീഷ് നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കൂ,
ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, അതിന്റെ മറ്റൊരു പേര് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, പോയിന്റ് ആക്കി നമ്മൾ പഠിച്ചു. എക്സ്പ്ലെയിൻ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, പോയിന്റ് ആക്കിയിട്ട് മക്കൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബിസിനസ്. ഇറ്റ് ക്യാൻ ബി ഓൺലി ഇൻ ഇന്ത്യ. അല്ലേ? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബിസിനസ്. ഇറ്റ് ക്യാൻ ബി ഓൺലി ഇൻ ഇന്ത്യ. രണ്ടാമത്തെ പോയിന്റ്, HUF ഈസ് എ ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് ബൈ ദി മെമ്പർ ഓഫ് HUF. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കണ നമ്മുടെ കർത്ത. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വിട്ടുപോകരുത്. എന്താ കർത്ത പറഞ്ഞത് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇത് നോക്കാതെ കർത്ത പറഞ്ഞതൊന്നും നമ്മൾ പറഞ്ഞു നോക്കൂ. കർത്ത എന്താ പറഞ്ഞത്? കർത്ത ആരാണ്? കർത്ത ഹിന്ദു കൂട്ടുകുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷ പ്രജയെ പുരുഷനെ വിളിക്കുന്ന പേരാണ് കർത്ത. നോക്കൂ, ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ ഹെഡ് ഓഫ് ദി ഫാമിലി. The business is controlled by the head of the family, who is the eldest member is called Karta. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കർത്ത. എന്താണ്? The business is controlled by the head of the family, who is the eldest member called കർത്ത. അല്ലേ? അപ്പൊ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷനെ വിളിക്കുന്ന പേരാണ് കർത്ത. ഓക്കെ, നെക്സ്റ്റ് അല്ലേ? ഇൻഹെറിറ്റർ ഓഫ് എ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈസ് കോൾഡ് കോപാർസനേഴ്സ്. അല്ലെ? കുടുംബത്തിലെ അനന്തരാവകാശികളെ, ഇൻഹെറിറ്റർ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികൾ അല്ലെങ്കിൽ അവകാശികളെ, കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശമുള്ളവരെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. അപ്പൊ മക്കൾക്ക് മനസ്സിലായല്ലോ എന്താണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അഥവാ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്താന്ന്. ഇപ്പോൾ എല്ലാ മക്കൾക്കും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പ്രത്യേക തരം ബിസിനസ് രൂപമാണിത്. അല്ലെ? ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിന്റെ നിയമങ്ങളാണ് ഇവിടെ ബാധകമാകുന്നത്. അല്ലാതെ കമ്പനീസ് ആക്ടിനനുസരിച്ചിട്ടൊന്നുമല്ല ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് പ്രവർത്തിക്കുന്നത്. ഈ കൂട്ടുകുടുംബ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതെല്ലാം ആരാണ്? ആ ഒരാളാണ്. പ്രായമായ കുടുംബത്തിന്റെ ഏറ്റവും തലനരച്ച പുരുഷനായിട്ടുള്ള കർത്ത. കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശമുള്ളവരെ മൊത്തം വിളിക്കുന്ന പേരാണ് എന്ത്? കോപാർസനേഴ്സ്. അവ 2 ടോപ്പിക് ഇവിടുന്ന് ഏത് സമയത്തും ചോദിച്ചാലും മക്കൾക്ക് കിട്ടണം. ആരാണ് കർത്ത, ആരാണ് കോപാർസനേഴ്സ്? ഓക്കെ, കോപാർസനേഴ്സ് കിട്ടണില്ലേ? കുടുംബത്തിന്റെ സ്വത്തിൽ അവകാശമുള്ളവരെ വിളിക്കുന്ന പേരാണ് കോപാർസനേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം. ഇനി സിലബസിൽ പറയുന്നത് നമുക്ക് ഇത്രയെങ്കിലും പഠിച്ചാൽ മതി. അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും കൂടി നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഒന്നാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. കാരണം ഇതൊരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറില്ല മക്കളെ. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് എന്താണ്? ഈ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിന്റെ 4 ഗുണങ്ങളും 3 ദോഷങ്ങളും ഒന്നും essay ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. അപ്പോൾ നമ്മൾ 2 എണ്ണം കൂടി ഒറ്റ ഹെഡിങ്ങിലാക്കി നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് HUF, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് HUF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, നമ്മൾ ആദ്യത്തെ നിഷാം സാർ ക്ലാസ്സിൽ പഠിച്ചു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അല്ലേ? എന്താ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മക്കളെ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താ? ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ബിസിനസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതന്നെയല്ലേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരാളാണ് ഇവിടെ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ആ ഒരാളാണ്, കർത്തയാണ്. അപ്പോൾ ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു സാമ്യത ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിച്ച അതേ സെയിം പോയിന്റ് ഇവിടെയും വരും. കാരണം അവിടെ എ ബിസിനസ് കൺസേൺ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ ഈസ് നോൺ ആസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അല്ലേ? ഇവിടെ എന്താ നടക്കുന്നത്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മാനേജ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ അംഗമായിരിക്കും. അയാളാണ് കർത്ത. അപ്പോൾ ഇവിടെയും ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരാളാണ്, അവിടെയും ബിസിനസ് മാനേജ് ചെയ്യുന്നത് ഒരാളാണ്. ഇനി ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് മക്കളെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് മാത്രം ആദ്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, കണ്ടിന്യൂയിറ്റി ഉണ്ട്. കണ്ടിന്യൂയിറ്റി. രണ്ടാമത്തെ പോയിന്റ്, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ മെറിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്ന്, കണ്ടിന്യൂയിറ്റി. രണ്ടാമത്തെ, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്. മൂന്നാമത്തെ, ഫ്ലെക്സിബിലിറ്റി പോയിന്റ് ആണ്. നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ്, സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്. ഏതാ പോയിന്റ്?
സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്, നെക്സ്റ്റ് പ്രോംപ്റ്റ് ഡിസിഷൻ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, നെക്സ്റ്റ് എഫക്റ്റീവ് കൺട്രോൾ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ. മലയാളം നോക്കാം. കണ്ടിന്യൂറ്റി ഉണ്ട്, തുടർച്ചയുണ്ട്. 2, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്, ബിസിനസ് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി, മാറ്റാൻ സാധിക്കും, അയവുള്ളത്. നെക്സ്റ്റ് സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്, ഇളം തലമുറക്കാർക്ക് അവസരം എന്നൊക്കെയാണ് മലയാളം ബുക്കിൽ. എന്താ ഇളം തലമുറക്കാർക്ക് ജൂനിയേഴ്സിന് അവസരം ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് പ്രോംപ്റ്റ് ഡിസിഷൻ, കാര്യക്ഷമമായ തീരുമാനം അല്ലെങ്കിൽ സത്വരമായിട്ടുള്ള തീരുമാനം, സുപ്രധാനമായ തീരുമാനങ്ങൾ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ വിഭജനത്തിനുള്ള നേട്ടങ്ങൾ. നെക്സ്റ്റ് എഫക്റ്റീവ് കൺട്രോൾ, കാര്യക്ഷമമായിട്ടുള്ള കൺട്രോൾ, നിയന്ത്രണം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂറ്റി ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ് കണ്ടിന്യൂറ്റി, അതായത് തുടർച്ച. അതായത് നമ്മൾ ബിസിനസ്, നമ്മളൊരു കുടുംബം ഹിന്ദു കൂട്ടുകുടുംബത്തിലെ അംഗമാണ്. നമ്മൾ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിന് കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ കറുത്ത പ്രായ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൽ ഏറ്റവും തലനരച്ച പ്രായമായ പുരുഷൻ ആണ് കർത്ത. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പ്രായമായിട്ട് ഒരു 85-90 വയസ്സായപ്പോൾ മരിച്ചു. അപ്പം ഇനി എന്ത് ചെയ്യും? അടുത്തത് ആരാണോ കുടുംബത്തിലെ പ്രായമായ അംഗം, പുരുഷൻ, അദ്ദേഹത്തെ കർത്തയായിട്ട് എന്ത് ചെയ്യും? വാഴ്ത്തും, ബിസിനസ് എന്ത് ചെയ്യും? മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ടുണ്ട് മക്കളെ, കഥാനായകൻ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. കഥാനായകൻ ജയറാമിൻ്റെ ഒക്കെ ഒരു സിനിമയാണ്. കലാഭവൻ മണി, ജനാർദ്ദനൊക്കെ ഉള്ള സിനിമ. ഒരു കൂട്ടുകുടുംബം, എല്ലാവരും കൂടിയുള്ള ഒരു കുടുംബം. എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ സാധനങ്ങൾ, വെളിച്ചെണ്ണ, സോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൊടുക്കും അല്ലേ? ആ സിനിമ ഓർമ്മ ഉണ്ട്. അതിലുണ്ട് ഒരു പ്രായമായ ആള്, അദ്ദേഹത്തെ നമ്മുടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അയാളുണ്ട്. അതേപോലെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. സിനിമയുടെ പേര് കഥാനായകൻ എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ കണ്ടിന്യൂറ്റി ഉണ്ട്. എന്താ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബിസിനസ് ഒരിക്കലും ഇല്ലാതാവണില്ല എന്നാണ് മക്കളർത്ഥം. കുടുംബത്തിലെ പ്രായമായ കർത്ത മരിച്ചു, അപ്പം എന്ത് ചെയ്യും? ഇനി അടുത്ത ആൾ ആ ബിസിനസ് മുന്നോട്ട് നയിക്കും. അടുത്തത് ആരാണോ പ്രായമായ ആള്, പുരുഷൻ, അയാൾ ആ ബിസിനസ് ഏറ്റെടുക്കും, നടത്തും. അതാണ് കണ്ടിന്യൂറ്റി. ഇത്തരം ബിസിനസ് അവസാനിക്കുന്നില്ല, കണ്ടിന്യൂറ്റി ഉണ്ട് മക്കളെ, തുടർച്ചയുണ്ട്. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്? ദ ഡെത്ത്, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത് നോക്കൂ. ദ ഡെത്ത് ഓഫ് എ മെമ്പർ ഓർ കർത്ത ഡസ് നോട്ട് എഫക്ട് ദി ബിസിനസ്. അല്ലേ? കുടുംബത്തിൽ ഇനി ഒരു കോ പാർട്ട്നേഴ്സിൻ്റെ മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ മരണമോ അല്ലെങ്കിൽ കർത്തയുടെ മരണം തന്നെ സംഭവിച്ചാൽ പോലും ഈ ബിസിനസ് ഇല്ലാതാവുണ്ട ഇല്ല. ഈ ബിസിനസ് എന്ത് ചെയ്യും? കണ്ടിന്യൂറ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് കണ്ടിന്യൂറ്റി എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, ഏറ്റവും ഷോർട്ടായിട്ട് കർത്ത പെട്ടെന്ന് മരിച്ചു, അല്ലെങ്കിൽ കുടുംബത്തിലൊരു അംഗം മരിച്ചു, അല്ലെങ്കിൽ നമ്മളെ കോ പാർട്ട്നേഴ്സ് തന്നെ മരിച്ചു, ഈ ബിസിനസ് ഇതോടുകൂടി അവസാനിക്കണ്ട ഇല്ല. ഇനി കർത്ത മരിച്ച എന്ത് ചെയ്യും? അടുത്ത കുടുംബത്തിലെ പ്രായമായ ആളാരാണോ അയാൾ കർത്ത എന്ന് പറഞ്ഞ സ്ഥാനം ഏറ്റെടുത്തിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്തരം ബിസിനസ് എന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്, ബിസിനസ് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കും. എന്താണ് ഈ മക്കളെ ബിസിനസ് രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ? എല്ലാ കാര്യങ്ങളും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാണ്? കോ പാർട്ട്നേഴ്സ് ആണോ കർത്തയാണോ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മുടെ കർത്തയാണ്. അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ആർക്കുള്ളതാണ്? കർത്തയ്ക്കുള്ളതാണ് അല്ലേ? അല്ല പുതിയ സ്ഥാപനവുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടതോ അല്ലെങ്കിൽ തൻ്റെ ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതോ ഇതൊന്നും കർത്തയ്ക്ക് മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യണ്ട? ഡിസ്കസ് ചെയ്യേണ്ട, അയാളുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കർത്തയ്ക്ക് സൂക്ഷിക്കാൻ സാധിക്കും. എക്സ്പ്ലനേഷൻ നോക്കൂ. കർത്ത ക്യാൻ ഈസിലി കീപ് ബിസിനസ് സീക്രസി, ബിസിനസ്സുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ കർത്തയ്ക്ക് സൂക്ഷിക്കാൻ സാധിക്കും. കാരണം മറ്റൊരാളുമായിട്ട് കർത്തയ്ക്ക് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിലിറ്റി. എന്താ മക്കളെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, തൻ്റെ ഈ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൽ ഇത്തരം ബിസിനസ്സിൽ കർത്തയ്ക്ക് ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും പുതിയ മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ കർത്തയ്ക്ക് ഇതാണ് തൻ്റെ സ്ഥാപനത്തിന് ഇനി പുതിയൊരു സംരംഭത്തിലേക്ക് മാറാം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീഗാലാൻഡ് ആയ പോലെ കർത്തങ്ങനെ ആലോചിക്കുക, നമ്മൾ ഇതുവരെ നടത്തിയിരുന്ന വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പലചരക്ക് കച്ചവടമാണ് നടത്തിയിരുന്നത് അല്ലേ. ഇനി നമുക്കൊന്ന് മാറി ചിന്തിക്കാം, പുതിയ ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ്സിലേക്ക് മാറിയാലോ. കാരണം എല്ലാവരും ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കണത് എന്ത് ചെയ്യുക, എല്ലാവരും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ കർത്തങ്ങനെ ആലോചിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, പലചരക്ക് കടയിൽ നിന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടൽ ബിസിനസ്സിലേക്ക് മാറിയാലും. അപ്പോൾ കർത്തയ്ക്ക് തൻ്റെ ബിസിനസ്സിൽ എന്തൊരു മാറ്റവും നടപ്പാക്കാൻ സാധിക്കും. അതായത് ഇറ്റ് എൻജോയ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ എത്ര പോയിന്റ് നമ്മൾ പഠിച്ചത്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് HUF എന്ന് എഴുതിയ മക്കൾ എഴുതേണ്ടത്. ഒന്ന് കണ്ടിന്യൂയിറ്റി, രണ്ടാമത് ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്, മൂന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്. എന്താണ് മക്കളെ ഈ സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇളം തലമുറക്കാർക്ക് അവസരം എന്നാണ് അതിൻ്റെ മലയാളം. ജൂനിയേഴ്സിന് അവസരമുണ്ട്. ഇപ്പം എന്താ ഈ ജൂനിയേഴ്സിന് അവസരം എന്നാണ്? ഇപ്പം നമ്മുടെ കുടുംബത്തിൽ, ഹിന്ദു കൂട്ടുകുടുംബത്തിൽ ഒരാൾ നന്നായി പഠിച്ചു, +2 കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ അവൻ പാസ്സായി, നല്ല മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായി. അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള CMA ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻ്ററൊക്കെ എത്തി. അപ്പോൾ കർത്തയുടെ സ്ഥാപനം നമ്മുടെ ബിസിനസ് സ്ഥാപനം ഒരു വലിയ സ്ഥാപനമാണ്. അപ്പോൾ കർത്ത പറയാണ്, ഇപ്പോൾ CMA ഇൻ്ററൊക്കെ കഴിഞ്ഞല്ലേ, ഈ നമ്മുടെ ചീഫ് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് ആ കണക്കൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് അവർക്ക് ഒന്ന് പഠിക്കും, എന്നിട്ട് ഫൈനൽ കഴിഞ്ഞാൽ ഇജെന്നെ ഇവിടുത്തെ എന്താ ചെയ്യുക, CMA-കാരനായിട്ട് എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുടുംബത്തിലൊരു അംഗമുണ്ട്, ആ അംഗത്തിനോട് പറയണം, ഇവിടെ ചീഫ് അക്കൗണ്ടൻറ്റിന് എനിക്ക് വിശ്വാസമില്ല, തൽക്കാലം ചെയ്യുന്നത് ഡിഗ്രിയിൽ എല്ലാ പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഇരുന്നോ, ഒരു ഡിഗ്രിക്കാരനായിക്കോ, അവിടുത്തെ ചീഫ് അക്കൗണ്ടൻ്റ് ആയിക്കോ അല്ലേ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കർത്തയ്ക്ക് ആ കുടുംബത്തിലെ അംഗങ്ങളെ പിടിച്ചിട്ടൊക്കെ പുതിയ സ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ള അംഗങ്ങൾക്ക് പാർട്ട്നേഴ്സിനൊക്കെ കർത്ത ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെഴുതിയിട്ടുള്ളത്? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എക്സലൻറ്റ് ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ ദി ജൂനിയർ മെമ്പർ ഓഫ് ദി ഫാമിലി അല്ലേ. ഫാമിലിയിലെ ജൂനിയേഴ്സിന് ഒരു ട്രെയിനിങ്ങിന് അവസരമുണ്ട്. കർത്ത ചെയ്യുന്ന ബിസിനസ്സൊക്കെ കാണാനും കർത്ത ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികളൊക്കെ നോക്കി പഠിക്കാനും അവസരം ആർക്കുണ്ട്? അംഗങ്ങൾക്ക് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, പ്രോംപ്റ്റ് ഡിസിഷൻ. സുപ്രധാനമായ കാര്യക്ഷമമായ സത്വരമായിട്ടുള്ള തീരുമാനങ്ങളാണ് കർത്ത എടുക്കുക. കാരണം കുടുംബത്തിൻ്റെ സ്വത്തിൽ നടത്തുന്ന ബിസിനസ്സാണിത്. ഈ ബിസിനസ്സിലേറ്റ് നഷ്ടത്തെ പറ്റിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സും മെമ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യും? കർത്തനെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിവിഡൻഡ് ലാഭവിഹിതമായിട്ട് 5 ലക്ഷം കിട്ടിയല്ലോ, ഇപ്രാവശ്യം എന്താ അത് 3 ലക്ഷമായിട്ട് ഷോർട്ട് സംഭവിച്ച്. അപ്പോൾ കർത്തനെ ചോദ്യം ചെയ്യും. അപ്പോൾ കർത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നല്ല പ്രോംപ്റ്റ്, കാര്യക്ഷമമായി നന്നായി ആലോചിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കർത്ത ഒരു തീരുമാനം കൈക്കൊള്ളുക. അപ്പം എന്തെഴുതിയത്? ആസ് ദി മാനേജ്മെന്റ് ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് കർത്ത. ഈ ബിസിനസ്സിൻ്റെ, ഈ ഹിന്ദു കൂട്ടുകുടുംബൻ്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭരണം ആരുടെ കയ്യിലാണ്? കർത്തയുടെ കയ്യിലാണ്. അപ്പോൾ കർത്ത സ്ഥാപനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നർത്ഥം. നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. തൊഴിൽ വിഭജനത്തിനുള്ള സാധ്യതകൾ. എന്താ മക്കളെ തൊഴിൽ വിഭജനത്തിനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ തൊഴിലില്ലായ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള സാഹചര്യമാണ്. പഠിച്ചവർക്ക് എല്ലാവർക്കും തൊഴിലൊന്നുമില്ല അല്ലെ. പഠിച്ചവർക്ക് തൊഴിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വല്ല പ്രൊഫഷണൽ കോഴ്സ് CMA, ACCA, CS പോലത്തെ അല്ലെ, CA പോലത്തെ വമ്പൻ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്താൽ അപ്പം തന്നെ തൊഴിൽ കിട്ടും. നേരെ മറിച്ച് വെറും ഡിഗ്രി ചെയ്താൽ മാത്രം പെട്ടെന്നൊരു ജോലി കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? കർത്ത നടത്തുന്ന സ്ഥാപനത്തിൽ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് മാനേജ് ചെയ്യുന്ന കർത്തയാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബപരമായ ബിസിനസ് ആയതുകൊണ്ട് തന്നെ പഠിച്ചവർക്കൊക്കെ പെട്ടെന്നൊരു ജോലി ലഭിക്കാനുള്ള ഒരു അവസരം എവിടെ ഉണ്ട്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിലുണ്ട്. കാരണം കുടുംബം നടത്തുന്ന ബിസിനസ്സാണ്. കുടുംബം നടത്തുന്ന ബിസിനസ് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ എവിടെ ജോലി കിട്ടും? ഈ ബിസിനസ്സിൽ ജോബ് കിട്ടും. നെക്സ്റ്റ് പോയിന്റ്, എഫക്റ്റീവ് കൺട്രോൾ. എന്താ മക്കളെ എഫക്റ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ? കാര്യക്ഷമമായ നിയന്ത്രണം അല്ലേ. എന്താ എഫക്റ്റീവ് കൺട്രോൾ? നോ കോൺഫ്ലിക്റ്റ് എമംഗ് മെമ്പേഴ്സ് ആസ് ദി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി കർത്ത. നോ കോൺഫ്ലിക്റ്റ് എമംഗ് മെമ്പേഴ്സ് ആസ് ദി ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദി കർത്ത. അങ്ങനെ പറഞ്ഞാൽ എന്താ?
എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നത് കർത്തയായതിനാൽ കോ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തുണ്ടാവില്ല, തർക്കം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കർത്ത നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കർത്ത പറയാണ് ഈ ബിസിനസ് ഞാൻ നോക്കി നടത്തിക്കോളാം, നിങ്ങൾ ആരും ആ പരിസരത്തേക്ക് വരണ്ട, പാകത്തേക്ക് തന്നെ വരണ്ട, കർത്ത തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും കർത്ത ചെയ്യുന്നതിനാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്നാണ്. എന്താ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കമുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പോയിന്റ് മാത്രം നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, വാട്ട് ആർ ദി മെറിറ്റ് ഓഫ് HUF എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള പോയിന്റ്, നമ്മൾ പോയിന്റ് ഒന്ന് പഠിക്കണം മക്കളെ. ഒന്നാമത്തത് കണ്ടിന്യൂയിറ്റി അല്ലേ. എന്താ കണ്ടിന്യൂയിറ്റി, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. കണ്ടിന്യൂയിറ്റി, കുടുംബത്തിൽ ഒരു അംഗം മരിച്ചാൽ അല്ലെങ്കിൽ കർത്ത മരിച്ചാൽ അല്ലേ ഈ ബിസിനസ് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ആ കുടുംബത്തിലെ കർത്തയാണ് മരിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമായ തലനരച്ച അടുത്ത പുരുഷൻ ആ ബിസിനസ് ഏറ്റെടുക്കും, നടത്തും. അപ്പോൾ ബിസിനസ്സിന് എന്തുണ്ട്, കണ്ടിന്യൂയിറ്റി ഉണ്ട്. നെക്സ്റ്റ് ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്. എന്താ ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ മക്കളെ അല്ലേ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കർത്ത എടുക്കുന്നതിനാൽ വ്യാപാര രഹസ്യം കർത്തയ്ക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഫ്ലെക്സിബിലിറ്റി. സൊസൈറ്റിയിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് എന്തു മാറ്റവും കർത്തയ്ക്ക് തൻ്റെ സ്ഥാപനത്തിൽ നടപ്പാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് സ്കോപ്പ് ഫോർ എന്നാണ്. സ്കോപ്പ് സാധ്യത ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്, ഇളം തലമുറക്കാർക്ക് അവസരം അല്ലേ. തൻ്റെ സ്ഥാപനം നോക്കിക്കാണാനും കർത്ത ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപഠിക്കാനും കോപ്പാർട്ട്നേഴ്സിനൊക്കെ അവസരമുണ്ട്. നെക്സ്റ്റ് പോയിന്റ് പ്രോംപ്റ്റ് ഡിസിഷൻ. കുടുംബപരമായ ബിസിനസ്സാണ്. കുടുംബ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റൊക്കെ കുറഞ്ഞാൽ മറ്റംഗങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് കർത്ത ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. നെക്സ്റ്റ് പോയിന്റ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലേ. അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്. കുടുംബത്തിൻ്റെ സ്വത്ത് ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സാണ്. ആ കുടുംബത്തിൻ്റെ സ്വത്ത് ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ്സിൽ മറ്റ് അംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എഫക്റ്റീവ് കൺട്രോൾ. എല്ലാ തീരുമാനങ്ങളും കർത്ത ഏറ്റെടുക്കുന്നതിനാൽ ബിസിനസ്സിൽ ഇത്തരം ബിസിനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല, തർക്കം ഉണ്ടാവാൻ സാധ്യത ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചു? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഒന്ന് പറഞ്ഞേ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിന്റെ ഇൻട്രൊഡക്ഷൻ മക്കൾ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ്, ഇന്ത്യയിൽ മാത്രം കാണപ്പെട്ടിരുന്ന ഒരു പ്രത്യേകതരം ബിസിനസ് രൂപമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് അഥവാ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. 2, ഹൈന്ദവ നിയമത്തിലെ മിതാക്ഷര വിഭാഗത്തിൻ്റെ നിയമങ്ങളാണ് ഇവയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. 2, 3 പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റ്, ഇത്തരം ബിസിനസ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ തലനരച്ച പ്രായമേറിയ അംഗമായിരിക്കും. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് കർത്ത. 4 പ്രധാനപ്പെട്ട പോയിന്റ്, 4ാമത്തെ ഏതാ? കുടുംബത്തിന്റെ സ്വത്തില് അവകാശികളെ വിളിക്കുന്ന പേര് കോ പാർട്ട്നേഴ്സ്. ഓക്കെ, പ്രധാനപ്പെട്ട 4 പോയിന്റ്. ഇനി നമുക്ക് ഇതൊന്ന് പോയിന്റ് ഉണ്ടാക്കാം. കർത്തയുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്, കോ പാർട്ട്നേഴ്സിന്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. കർത്ത എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ കോ പാർട്ട്നേഴ്സിന് യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. പറഞ്ഞ കണ്ടിന്യൂയിറ്റി, ബിസിനസ് സീക്രസി മെയിൻറ്റെയിൻഡ്, ഫ്ലെക്സിബിലിറ്റി, പിന്നെ സ്കോപ്പ് ഫോർ ട്രെയിനിങ് ടു ജൂനിയേഴ്സ്, പ്രോംപ്റ്റ് ഡിസിഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്, എഫക്റ്റീവ് കൺട്രോൾ. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഇത്തരം കൂട്ടുകുടുംബ ബിസിനസ്സിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിനൊക്കെ 2 ദോഷങ്ങൾ. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണ് അല്ലേ? അപ്പോൾ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിൻ്റെ ദോഷങ്ങൾ, പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, പോയിന്റ് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാലും ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാലും മക്കളെ ഒന്നാട്ടാ മാറിപ്പോയി. സാറ് പറഞ്ഞത് ഡിസ്അഡ്വാൻറ്റേജസ് ആണല്ലോ, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഡീമെറിറ്റ് ആണല്ലോ.
ഒരു പേടിയും പഠിക്കേണ്ട. ഡിസ്അഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ്, ഇനി ലിമിറ്റേഷൻസ് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഒന്നാമത്തെ പോയിന്റ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ ഡിസ്അഡ്വാൻറ്റേജസിൽ ഒന്നാമത്തെ പോയിന്റ് ഡിസ്പ്യൂട്ട്സ്. രണ്ടാമത്തെ പോയിന്റ് മാനേജീരിയൽ സ്കിൽ. മൂന്നാമത്തെ പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. നാലാമത്തെ പോയിന്റ് നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി. ഇതാണ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ദോഷങ്ങൾ അഥവാ പരിമിതികൾ. എന്തൊക്കെ? ഒന്ന്, ഡിസ്പ്യൂട്ട്, തർക്കത്തിന് സാധ്യത. രണ്ട്, മാനേജീരിയൽ സ്കിൽ. എങ്ങനെ എഴുതാം? നമുക്കിത് മാനേജീരിയൽ സ്കിൽ എന്ന് മാത്രം പോരാ മക്കളെ, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് എങ്ങനെയാണ്? ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ശ്രദ്ധിക്കണേ, നമ്മൾ എഴുതിയതിൽ മാറ്റം വന്നതാണ്. ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കില്ല്. നെക്സ്റ്റ് പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. നെക്സ്റ്റ് പോയിന്റ് നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി. മലയാളം ഡിസ്പ്യൂട്ട്സ് പറഞ്ഞു, തർക്കങ്ങൾ. രണ്ട്, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കില്ല്, മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിന്റെ അഭാവം, മാനേജ്മെന്റ് കഴിവിന്റെ അഭാവം എന്നാണ് മലയാളം. മൂന്നാമത്തെ ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതമായ വിഭവങ്ങൾ എന്നാണ് മലയാളം. നാലാമത്തെ നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല. ഇനി നമുക്ക് നോക്കാം ഡിസ്പ്യൂട്ട്സ്. നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡിസ്പ്യൂട്ട്സിന് സാധ്യതയാണ്. ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ് അത്ര ഡിസ്പ്യൂട്ട്. എന്താ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ദോഷങ്ങൾ. എന്താ അങ്ങനെ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ രണ്ട് കൂട്ടർ തമ്മിൽ തർക്കം ഉണ്ടായിരിക്കും. ആരാണത്? ഒന്ന് കർത്ത, രണ്ടാമത്തെ കോപ്പാർസിനേഴ്സ്. ഇവർ തമ്മിൽ തല്ലും പിടിയാവും, അടിച്ച് പിരിയും, സ്ഥാപനം പൂട്ടേണ്ടി വരും അല്ലേ? കർത്ത എടുക്കുന്ന തീരുമാനങ്ങൾ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കോപ്പാർസിനേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ തർക്കം ഉണ്ടാവും. അപ്പോൾ കോപ്പാർസിനേഴ്സ് പറയും അല്ലേ, കുടുംബത്തിൻ്റെ സ്വത്താണ്ട് ഭാഗം വെച്ചാളി, നിങ്ങൾ കുറച്ച് പൈസ എടുത്ത് എത്ര വെച്ചെങ്കിലും എടുത്തോളി, ഞങ്ങൾക്കും പൈസ എന്നാളി, മതി ബിസിനസ് നടത്തിയെന്ന്. അപ്പോൾ കോപാർട്ട്നേഴ്സും കർത്തയും തമ്മിൽ തർക്കമുണ്ടായാൽ ഇത്തരം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഓക്കെ, ഷോർട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ ഇത് മതി, ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾ വലുതാക്കിയിട്ടൊന്നും പഠിക്കേണ്ട. എങ്ങനെ? ഡിസ്പ്യൂട്ട്സ് മേ അറൈസ് അമംഗ് ദി കോപാർട്ട്നേഴ്സ്. കോപാർട്ട്നേഴ്സിനിടയിൽ തർക്കം ഉണ്ടായാലും മതി. ഇനി കർത്തയും കോപാർട്ട്നേഴ്സും തമ്മിൽ തർക്കം ഉണ്ടാവണമെന്നില്ല അല്ലേ? കോപാർട്ട്നേഴ്സ് കുടുംബത്തിന്റെ അവകാശികൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ മതി. പിന്നെ കോപാർട്ട്നേഴ്സും കർത്തയും തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാലും ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും? അടച്ചു പൂട്ടേണ്ടി വരും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ. നമ്മൾ പറഞ്ഞ് മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിന്റെ അഭാവം അല്ലെങ്കിൽ മാനേജ്മെന്റ് കഴിവിന്റെ അഭാവം അല്ലെ? കർത്താവാനുള്ള യോഗ്യത എന്ന് പറഞ്ഞ മക്കൾ എന്താണ്? കർത്താവാനുള്ള യോഗ്യത എന്താ? ആ കുടുംബത്തിൽ ഏറ്റവും തല നരച്ച പുരുഷനാണ്, പ്രായമായ പുരുഷനാണ് കർത്ത. ചിലപ്പോൾ കർത്ത സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടുണ്ടാവില്ല, സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടാവില്ല. കുടുംബത്തിലെ പ്രായമായ ആളായാൽ മതി കർത്ത അല്ലേ? ചിലപ്പോൾ ആ കുടുംബത്തിൽ CA കഴിഞ്ഞവനും CMA കഴിഞ്ഞവനും ACCA കഴിഞ്ഞവനൊക്കെ ഉണ്ടായിരിക്കും. ഓനല്ല ബിസിനസ് മാനേജ് ചെയ്യുന്നത്. ആരാ മാനേജ് ചെയ്യണത്? പ്രായമായ ആളാണ് മാനേജ് ചെയ്യണത്. അയാൾക്ക് പ്ലാൻ ചെയ്യാനുള്ള കഴിവോ അല്ലേ, ഒരു ബിസിനസ് എങ്ങനെ നടത്തി വിജയിപ്പിക്കുക എന്നുള്ള കഴിവോ, മാർക്കറ്റ് റിസർച്ച് ചെയ്യാനുള്ള കഴിവോ ഉണ്ടാവുമോ? ഇല്ല. ഇന്ന് ആർക്കുണ്ടാവും? നമ്മളെ CMA-കാരനും ACCA-കാരനൊക്കെ ഉണ്ടായിരിക്കും ബിസിനസ് നടത്തി വിജയിപ്പിക്കാനുള്ള കഴിവ് അല്ലേ? അപ്പോൾ കുടുംബത്തിൻ്റെ സ്വത്തിൽ നടത്തുന്ന ബിസിനസ്സിൽ പ്രായമാണ് ഇപ്പോൾ കർത്താവാനുള്ള യോഗ്യത, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യോഗ്യത. കർത്തയ്ക്ക് കഴിവില്ല എങ്കിൽ ആ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരും. നോക്കൂ, the karta may not be an expert in all the areas of management. മാനേജ്മെന്റിന്റെ എല്ലാ ഏരിയയെ സംബന്ധിച്ച്, ഒരു ബിസിനസ് നടത്തുന്നതിനെ സംബന്ധിച്ച് അറിവില്ല എങ്കിൽ, പ്ലാനിങ്ങോ സ്റ്റാഫിങ്ങോ ഡയറക്റ്റിങ്ങോ കൺട്രോളിങ്ങോ ഒന്നും കർത്തയ്ക്ക് അറിയില്ല എങ്കിൽ ആ ബിസിനസ് പൂട്ടേണ്ടി വരും. നെക്സ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു കുടുംബത്തിന്റെ സ്വത്ത് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞു അല്ലേ? ലിമിറ്റഡ് റിസോഴ്സസ്. എന്താ ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ മക്കളെ? നമ്മൾ പറഞ്ഞു പൂർവികമായിട്ട് അല്ലേ, പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്താണ് ഈ കുടുംബത്തിന്റെ ഇൻകം അല്ലേ? അപ്പോൾ ഈ പൂർവികമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കുടുംബത്തിന് സ്വത്തില്ലെങ്കിലോ കാര്യക്ഷമമായിട്ട് ബിസിനസ് നടത്താൻ പറ്റുമോ? ഇല്ല അല്ലേ? പഴയ കാലത്തൊക്കെ ചില കുടുംബങ്ങളിൽ നല്ല സ്വത്തുണ്ടായിരിക്കും
അല്ലേ? എന്നാൽ ചില കുടുംബങ്ങളിൽ സ്വത്ത് ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പൂർവികമായ സ്വത്താണ്, പാരമ്പര്യമായിട്ട് കുടുംബത്തിനുള്ള സ്വത്താണ്. ഈ പാരമ്പര്യമായിട്ട് കുടുംബത്തിന് സ്വത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബിസിനസ് നടത്തേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ലിമിറ്റഡ് റിസോഴ്സ്, ഇറ്റ് ഡിപ്പെൻസ് മെയിൻലി ഓൺ ആൻസണൽ പ്രോപ്പർട്ടി, അല്ലെ? പൂർവികമായ പാരമ്പര്യമായിട്ടുള്ള പ്രോപ്പർട്ടി സ്വത്ത് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. അതും ലിമിറ്റേഷനാണ്. കുടുംബത്തിന് പൂർവികമായിട്ട് പാരമ്പര്യമായി സ്വത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബിസിനസ്സും നടത്തേണ്ടി വരും. അത് ലിമിറ്റ്. അടുത്ത് നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി. എന്താ മക്കളെ നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു കോ പാർസനേഴ്സ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സ്വത്തിൽ അവകാശമുള്ളവരെ വിളിക്കുന്ന പേരാണ് കോ പാർസനേഴ്സ്, അല്ലെ? കുടുംബത്തിൻ്റെ സ്വത്തിൽ അവകാശമുള്ളവരെ വിളിക്കുന്ന പേരാണ് കോ പാർസനേഴ്സ്, അല്ലേ? അപ്പോൾ ഈ കോ പാർസനേഴ്സിൽ ചിലപ്പോൾ നല്ല കഷ്ടപ്പെട്ട് ഊണുറക്കം ഇല്ലാതെ പഠിച്ച ആൾക്കാരുണ്ടായിരിക്കും, അല്ലേ? PGയോ ചിലപ്പോൾ എന്താ ചെയ്യുക CMA ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ മടിയന്മാരായിട്ട് അല്ല 10ാം ക്ലാസ് വരെ +2 വരെ പോയ ആൾക്കാരുണ്ടാവും, 10ാം ക്ലാസ് വരെയൊക്കെ പോയ ആൾക്കാരുണ്ടാവും. പക്ഷെ സ്വത്ത് വീതം വിരിക്കുമ്പോൾ പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെ കിട്ടും. ഇത് നല്ലൊരു കാര്യമാണ് മക്കളെ, അല്ലേ? കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല. ഇംഗ്ലീഷ് നോക്കൂ, നോ ഇൻസെൻറ്റീവ്സ് ഫോർ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ കുടുംബത്തിൻ്റെ സ്വത്ത് ഇപ്പോൾ ഓരോ വർഷവും ഡിവിഡൻഡ് ലാഭവിഹിതം കൊടുക്കുമ്പോൾ പഠിച്ചവന് കൂടുതലും പഠിക്കാത്തവന് കുറവൊന്നുമില്ല. കുടുംബത്തിൻ്റെ സ്വത്ത് ഭാഗിക്കുമ്പോൾ പഠിച്ചവനും പഠിക്കാത്തവനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഒരുപോലെയാണ് കിട്ടുക. ഇത് നല്ലൊരു കാര്യമാണോ? ഇതും HUFന്റെ ലിമിറ്റേഷൻ ആണെന്ന് മക്കൾ മനസ്സിലാക്കുക. ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിവാർഡ് ആൻഡ് എഫേർട്ട്. റിവാർഡ്, പ്രതിഫലവും അധ്വാനവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്? തർക്കങ്ങൾ, മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തിൻ്റെ അഭാവം, പരിമിതമായ വിഭവങ്ങൾ, കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനമില്ല. മക്കൾ ഈ പോയിന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ എന്നാട്ട് എഴുതേണ്ടത്. ശ്രദ്ധിക്കണേ, ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കിൽ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിഷാം സാറ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പും നമ്മൾ ഈ ക്ലാസ്സിൽ HUF എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. HUF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. വീണ്ടും സാറ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് മക്കളെ. നന്നായി സമയം കണ്ടെത്തി പഠിക്കേണ്ട ചാപ്റ്ററാണ് മക്കളെ. കൂടുതൽ സമയം ഇതും ഇരിക്കണം. ഇനി ഇത് പരീക്ഷയ്ക്ക് വരുന്നത് 14 മാർക്കിനാണെന്ന് നമ്മൾ പറഞ്ഞു. 3 ടോപ്പിക്ക് നിങ്ങൾ സമയം കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. 2024 മാർച്ചിൽ 2024 മാർച്ചിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങളെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ 2024 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ മക്കൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൻ്റെ മെറിറ്റും ഡിമെറിറ്റാണ് ചോദിച്ചത്. ഇനി നമ്മൾ വെറുതെ എങ്ങനെ പ്രവചിക്കാൻ പോവാണ്? അടുത്ത വർഷം നിങ്ങൾ എഴുതുമ്പോൾ 2025 മാർച്ചിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റോ ഡിമെറിറ്റോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ ഒക്കെ ആയിരിക്കാം ആയിട്ട് വരുന്നത്. ഇന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണിത്. പ്രധാനപ്പെട്ട 5 തരത്തിലുള്ള ബിസിനസ് രൂപങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, HUF പാർട്ട്ണർഷിപ്പ്, പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിഷാം സാറ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഡിസ്കസ് ചെയ്ത്, ഇന്ന് നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് വൈഡായിട്ട് ഡിസ്കസ് ചെയ്തു. എപ്പോഴും പരീക്ഷയ്ക്ക് കർത്ത കോപ്പാർസനേഴ്സ് വിട്ടിട്ട് പബ്ലിക് പരീക്ഷയ്ക്ക് ഇന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ട് വരാറുണ്ട്. മക്കൾ നല്ല സമയം കണ്ടെത്തി പഠിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിൻ്റെ കണ്ടൻറ്റൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഈ ബാക്കി ഭാഗങ്ങൾ ഇനി എല്ലാ ഭാഗങ്ങളും നമ്മുടെ നിഷാം സാറാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം മക്കളെ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.